പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഭൂതൈർമഹദ്ഭിരിയ ഇമാ പുരോ വിഭുർനിർമായ ശേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവൻ വചാംസി മേ. ഗുരുവായൂരപ്പ ശരണം. അഥ സപ്തവിംശതിതമോऽധ്യായ. ഉദ്ധവ ഉവാച ക്രിയായോഗം സമാചക്ഷ്വാ ഭവദാരാധനം പ്രഭോ യസ്മാത് ത്വാം യേ യഥാർച്ചന്തി സാത്വതാ സാത്വതർഷഭ. ഏതദ്വദന്തി മുനയോ മുഹുർനിശ്രേയസം നൃണാം നാരദോ ഭഗവാൻ വ്യാസ ആചാര്യോ ഗിരസസ്സുത. നിസ്സൃതം തേ മുഖാംഭോജാദ്യദാഹ ഭഗവാൻ അജ പുത്രേഭ്യോ ഭൃഗുമുഖ്യേഭ്യോ ദേവ്യൈ ച ഭഗവാൻ ഭവ. ഏതദ്വൈ സർവവർണ്ണാനാമാശ്രമാണാം ച സമ്മതം ശ്രേയസാമുത്തമം മന്യേ സ്ത്രീശൂദ്രാണാം ച മാനദ. ഏതൽ കമലപത്രാക്ഷാ കർമ്മബന്ധവിമോചനം ഭക്തായ ചാനുരക്തായ ബ്രൂഹി വിശ്വേശ്വരേശ്വര. ശ്രീഭഗവാനുവാച നഹ്യന്തോനന്ദപാരസ്യ കർമ്മകാണ്ഡസ്യ ചോദ്ധവ സംക്ഷിപ്തം വർണ്ണയിഷ്യാമി യഥാവദനുപൂർവശ. വൈദികസ്താന്ത്രികോ മിശ്ര ഇതി മേ ത്രിവിധോ മഖാ ത്രയാണാമീപ്സിതേനൈവ വിധിനാ മാം സമർച്ചയേൽ. യഥാ സ്വനിഗമേനോക്തം ദ്വിജത്വം പ്രാപ്യ പൂരുഷ യഥാ യജേത മാം ഭക്തിയാ ശ്രദ്ധയോ തന്നിബോധ മേ. അർച്ചായാം സണ്ഡിലേഗ്നൗ വാ സൂര്യേ വാപ്സു ഹൃദി ദ്വിജേ ദ്രവ്യേണ ഭക്തിയുക്തോർച്ചേൽസ്വഗുരും മാമമായയാം. പൂർവം സ്നാനം പ്രകുർവീത ധൗതദന്തോംഗശുദ്ധയേ ഉഭയൈതപി ച സ്നാനം മന്ത്രയേത് മൃദ്ഗൃഹണാതിന. സന്ധ്യോപാസ്ത്യാദി കർമാണി വേദേനാചോദിതാനി മേ പൂജാം തൈ കൽപ്പയേൽ സമ്യക് സങ്കൽപ്പ കർമ്മപാപിനീം. ശൈലീ ദാരുമയീ ലൗഹീ ലേപ്യ ലേഖ്യാ ച സൈഗതി മനോമയീ മണിമയീ പ്രതിമാഷ്ടവിധാ സ്മൃതാ. ചലാചലേതി ദ്വിവിധാ പ്രതിഷ്ഠാ ജീവമന്ദിരം ഉദ്വാസാവാഹനേ നസ്തസ്ഥിരായാമുദ്ധവാർച്ചനെ. അസ്ഥിരായാം വികൽപ്പസ്യാൽ സണ്ഡിലേത് ഭവേദ്വയം സ്നപനം ത്വവിരേപ്യായാമന്യത്ര പരിമാർജനം. ദ്രവ്യൈ പ്രസിദ്ധേർമദ്യാഗഃ പ്രതിമാദിഷ്വമായിന ഭക്തസ്യ യഥാ ലബ്ധൈർഹൃദിഭാവേന ചൈവ ഹി. സ്നാനാലങ്കരണം പ്രേഷ്ഠമർച്ചായാമേവ തുദ്ധവ സ്ഥണ്ഡിലേ തത്വവിന്യാസോ വഹ്നാവാജ്യപ്ലുതം ഹവി. സൂര്യേ ചാപ്യർഹണം പ്രേഷ്ഠം സലിലേ സലിലാദിഭിः. ശ്രദ്ധയോപാഹൃതം പ്രേഷ്ഠം ഭക്തേന മമ വാര്യഭി. ഭൂര്യപ്യഭക്തോപഹൃതം ന മേ ദോഷായ കൽപ്പതേ. ഗന്ധോ ധൂവസ്സു മനസോ ദീപോ നാദ്യം ച കിം പുനഃ. ശുചിസംഭൃതസംഭാര പ്രാഗ്ദർഭേ കൽപ്പിതാസന ആസീന പ്രാഗുദഗ്വാർച്ചേതർച്ചായാവത സമ്മുഖ. കൃതന്യാസമതർച്ചാം പാണിനോ മൃജേൽ കലശം പ്രോക്ഷണീയം ച യഥാപതുപസാധയേൽ. തദദ്ഭിർദേവൈജനം ദ്രവ്യാണ്യാത്മാനമേവ ച പ്രോക്ഷ്യ പാത്രാണി ത്രീണ്യദ്ഭിസ്തൈസ്ത്രൈ ദ്രവ്യശ്ച സാധയേത്. പാദ്യാർഘ്യാചമനീയാർത്ഥം ത്രീണി പാത്രാണി ദേശിക. ഹൃദാശീർഷ്ണാതശിഖയാ ഗായത്ര്യാ ചാഭിമന്ത്രയേൽ. പിണ്ഡേ വായു അഗ്നിസംശുദ്ധേ ഹൃൽപത്മസ്ഥാം പരാം മമ. അണ്വീം ജീവകലാം ധ്യായേത് നാദാന്തേ സിദ്ധഭാവിതാം. തയാ ആത്മഭൂതയാ പിണ്ഡേ വ്യാപ്തേ സംഭൂജ്യ തന്മയാ. ആവാഹ്യാർച്ചാദിഷു സ്ഥാപ്യാന്യസ്താംഗം മാം പ്രഭൂജയേൽ. പാദ്യോപസ്പർശാർഹണാദീനുപചാരാൻ പ്രകൽപ്പയേൽ. ധർമാദിഭിശ്ച നവഭിः കൽപ്പയിത്വാസനം മമ. പത്മമഷ്ടതളം തത്രാകർണികാകയസ്വരോജ്വലം. ഉഭാഭ്യാം വേദതന്ത്രാഭ്യാം മഹ്യം ധൂപയസിദ്ധയേ. സുദർശനം പാഞ്ചജന്യം ഗദാസീഷു ധനുർഹലാൻ. മുസലം കൗസ്തുഭം മാലാം ശ്രീവത്സം ചാനുപൂജയേൽ. നന്ദം സുനന്ദം ഗരുഡം പ്രചണ്ഡം ചണ്ഡമേവ ച. മഹാബലം ബലം ചൈവ കുമുദം കുമുദേക്ഷണം. ദുർഗാവിനായകം വ്യാസം വിശ്വക്സേനം. ഗുരൂൻ സുരാൻ സ്വേ സ്വേ സ്ഥാനേ ത്വഭിമുഖാൻ പൂജയേൽ പ്രോക്ഷണാദിഭിः. ചന്ദനോശീലകർപ്പൂരകുങ്കുമാ ഗുരുവാസിതൈः. സലിലേ സ്നാപയേന്മന്ത്രൈർനിത്യതാ വിഭവേ സതി. സ്വർണഘർമാനുവാകേന മഹാപുരുഷവിദ്യയാ പൗരുഷേണാഭിസൂക്തേന സാമഭിരാജനാദിഭിः. വസ്ത്രോപവീതാഭരണപത്രസഗന്ധലേപനൈः അലങ്കുർവീത സപ്രേമമൽഭക്തോ മാം യഥോചിതം. പാദ്യമാചമനീയം ച ഗന്ധം സുമനസോക്ഷതാൻ. ധൂപദീപോപഹാര്യാണി ദദ്യാൻ മേ ശ്രദ്ധയാർച്ചക. ഗുഡപായസ സർപ്പേംഷി
ശഷ്കുല്യാപൂപമോദകാൻ സംയാവതതിസൂപാംശ്ച നൈവേദ്യം സതി കൽപ്പയേത്. അഭ്യങ്കോന്മർദ്ദനാദർശദന്തധാവാഭിഷേചനം അന്നാദ്യഗീതനൃത്യാദി പർവണിശ്ചുരുതാന്വഹം. വിധിനാ വിഹിതേ കുണ്ഡേ മേഖലാകർത്തവേദിഭിः അഗ്നിമാധായ പരിത സമൂഹേൽ പാണിനോദിതം. പരിസ്ഥീര്യാതപര്യുക്ഷേതന്വാധായ യഥാവിധി പ്രോക്ഷണ്യാസാദ്യദ്രവ്യാണി പ്രോക്ഷ്യാഗ്നൗ ഭാവയേതമാം. തപ്തജാംബൂനദപ്രഖ്യം ശംഖചക്രഗദാംബുജൈः രസൽചതുർഭുജം ശാന്തം പത്മകിഞ്ചൽക്കവാസസം സ്ഫുരൽ കിരീടകടകകടിസൂത്രപരാങ്കൃതം ശ്രീവത്സവക്ഷസംഭ്രാജൽ കൗസ്തുഭം വനമാലിനം ധ്യായന്നഭ്യർച്യ ദാരൂണി ഹവിഷാഭികൃതാനി ച പ്രാസ്യാജ്യാഭാഗവാകാരൗ ദത്വാചാജ്യപ്ലുതം ഹവി. രുഹുയാന്മൂലമന്ത്രേണ ഷോഡശർച്ചാവധാനത ധർമാദിഭ്യോ യഥാന്യായം മന്ത്രൈः സുഷ്ടകൃതം ബുധ അഭ്യർച്യാത തമസ്കൃത്യ പാർഷദേഭ്യോ ബലിം ഹരേൽ മൂലമന്ത്രം ച വേൽ ബ്രഹ്മ സ്മരൻ നാരായണാത്മകം ദത്വാചമനമുൽശേഷം വിശ്വക്സേനായ കൽപ്പയേത് മുഖവാസം സുരഭിമൽ താംബൂലാദ്യമധാർഹയേൽ ഉപഗായൻ ഗൃണൻ നൃത്യൻ കർമാണ്യഭിനയൻ മമ മൽകഥാശാവയൻ ശൃണ്വൻ മുഹൂർത്തം ക്ഷണികോ ഭവേത് സവൈരുച്ചാവജൈः സ്തോത്രൈः പൗരാണേ പ്രാകൃതൈരഭി സ്തുത്വാ പ്രസീദ ഭഗവൻ ഇതി വന്ദേത ദണ്ഡവൽ ശിരോമൽപാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൽ. ഇത് ശേഷമയാ ദത്താം ശിരസ്യാധായ സാദരം ഉദ്വാസയേച്ഛേദുദ്വാസ്യം ജ്യോതിർജ്യോതിഷി തൽപുന അർച്ചാദിഷു യഥാ യത്ര ശ്രദ്ധാ മാം തത്ര ചാർച്ചയേൽ സർവഭൂതേഷ്വാത്മനിജ സർവാത്മാഹമവസ്ഥിത ഏവം ക്രിയായോഗപതൈഃ പുമാൻ വൈദികതാന്ത്രികൈഃ അർച്ചന്നുഭയതസിദ്ധിമത്തോ വിന്ദത്യഭീപ്സിതാം മദർച്ചാം സംപ്രതിഷ്ഠാപ്യ മന്ദിരം കാരയേൽ ദൃഢം പുഷ്പോദ്യാനാനി രമ്യാണി പൂജയാത്രോത്സവാശ്രിതാൻ പൂജാദീനാം പ്രവാഹാർത്ഥമഹാപർവസ്വധാന്വഹം ക്ഷേത്രാപണപുരഗ്രാമാൻ ദത്വാ മത്സാർഷ്ടിതാമിയാൽ പ്രതിഷ്ഠയാ സാർവഭൗമം സദ്മനാഭുവനത്രയം പൂജാദിനാ ബ്രഹ്മലോകം ത്രിഭിർമത്സാമ്യതാമിയാൽ മാമേവ നൈരപേക്ഷ്യേണ ഭക്തിയോഗേന വിന്ദതി ഭക്തിയോഗം സലഭതേ ഏവം യഃ പൂജയേത മാം യഃ സുദത്താം പരേർദത്താം ഹരേതസുരപിപ്രയോഃ വൃത്തിം സജായതേ വിഡ്ഭുക്വർഷാണാമയുതായുധം കർത്തുശ്ച സാരഥേർഹേതോരനുമോദിതുരേവ ച കർമ്മണാം ഭാഗിന പ്രേത്യ ഭൂയോ ഭൂയസി തൽഫലം. ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ സപ്തവിംശതിതമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. പീതാംബരം ഗരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഏകാദശ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായത്തിലെ ഉദ്ധവരുടെ ചോദ്യത്തിന് മറുപടിയായി പൂജാവിധികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ ഭക്തരക്ഷകനായ മഹാപ്രഭു, ഏതുവിധമുള്ള ഭക്തന്മാരാണ് അങ്ങയെ പൂജിക്കുക? അങ്ങയുടെ ആരാധനാരൂപമായ ക്രിയായോഗം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും സുഗമമായ മാർഗമാണ് ഭഗവത് പൂജ. നാരദാദി മഹർഷികൾ പറഞ്ഞിട്ടുള്ള ക്രിയായോഗം അത് തന്നെ അങ്ങ് സ്വയംഭൂമനുവിനും ബ്രഹ്മാവിനും വേദവ്യാസ മഹർഷിക്കും വേദാചാര്യനായ ബൃഹസ്പതി മുതലായ മഹാത്മാക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരായ ഭൃഗു മുതലായവരോടും മഹാദേവൻ ശ്രീപാർവതിയോടും ഇതേ ക്രിയായോഗം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളതായി കാണാം. ഇത് എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും എല്ലാ ആശ്രമികൾക്കും ശ്രേയസ്കരമെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സ്ത്രീകൾക്കും ശൂദ്രർക്കുമെല്ലാം കർമ്മവാസനകളെ ഏറ്റവും ഉത്തമമാക്കി തീർക്കാൻ ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ പൂജാവിധികൾ. ആ കർമ്മവാസനകളെ ഇത്തരത്തിൽ അനുഷ്ഠാനങ്ങളിലൂടെ പ്രയോഗിച്ച് ആ ജന്മാന്തര കർമ്മവാസനകളെ നശിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ ഉദ്ധവ,
എൻ്റെ പൂജാക്രമത്തെ വിവരിക്കുന്ന കർമ്മകാന്ഡം വളരെ വിസ്താരമുള്ളതാകുന്നു. മുഴുവൻ പറയാൻ പ്രയാസം. ആവശ്യം അറിയേണ്ട ഭാഗം ക്രമത്തിൽ ചുരുക്കമായിട്ട് പറയാം. ഇത് 3 തരത്തിലുണ്ട്. 1 വേദത്തിൽ പറയുന്നത്, 2 താന്ത്രികം തന്ത്രവിദ്യയിൽ പറയുന്നത്, 3 മിശ്രം ഇത് രണ്ടിലും പറയുന്നത്. ഇതിൽ ഏതൊന്നിൽ ശ്രദ്ധ ജനിക്കുന്നുവോ അത് സാധകന്, അതായത് പൂജകന് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതാത് ശാസ്ത്രകർമ്മങ്ങൾ ചെയ്ത് ഉപനയന സംസ്കാരം നേടി ഭക്തി ശ്രദ്ധകളോടെ എന്നെ എപ്രകാരം കൽപ്പിക്കണമെന്നുള്ളത് കേൾക്കുക. പൂജ്യനായിരിക്കുന്ന ഞാനും ഗുരുവും ഒന്നുതന്നെ എന്ന് ഭാവിച്ചുകൊണ്ട് ബിംബത്തിലോ നിലത്തോ അഗ്നിയിലോ സൂര്യനിലോ വെള്ളത്തിലോ ഹൃദയത്തിലോ ബ്രാഹ്മണനിലോ സ്വന്തം ഗൃഹത്തിലോ നിറഞ്ഞ ഭക്തിയോടുകൂടി എന്നെ പൂജിക്കണം. ആദ്യമായി ശരീരശുദ്ധി വരുത്തുകയാണ്. പല്ലുതേപ്പ് മുതലായവ കഴിഞ്ഞ് മന്ത്രത്തോടു കൂടിയുള്ള സ്നാനം ചെയ്യണം. സാധാരണ കുളിക്കുന്നത് പോലെ കുളിച്ചാൽ പോരാ. പിന്നീട് വേദത്തിൽ പറഞ്ഞതനുസരിച്ച് സന്ധ്യാവന്ദനം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പൂജിക്കാം. ഈശ്വരനായ എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് പൂജിക്കുന്നു എന്നേ സങ്കല്പിക്കാവൂ. പൂജയ്ക്കായി ശേഖരിച്ച പുഷ്പ നൈവേദ്യാദി പദാർത്ഥങ്ങൾ കൊണ്ട് കർമ്മപാശത്തെ വേരറുത്ത് പരിശുദ്ധി വരുത്തുന്നതായ എൻ്റെ പൂജ ചെയ്യണം. ഇവിടെ പൂജിക്കാൻ 8 രൂപത്തിൽ പറയുന്നുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ കല്ല്, മരം, ലോഹം ഇവ കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ, നിലത്ത് മെഴുകി ചെരുപ്പെടുത്തിയത്, ചിത്രം വരച്ചത്, മണൽ കൊണ്ടുള്ളത്, മനസ്സുകൊണ്ട് ഭഗവാനെ സങ്കല്പിച്ച് ഉണ്ടാക്കിയത്, രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. പ്രതിഷ്ഠാരൂപമായിരിക്കുന്ന ഭഗവത് സന്നിധാനം ചല അചല എന്ന് 2 വിധമുണ്ട്. കൊണ്ടു നടക്കാവുന്നത് ചല, അങ്ങനെ അല്ലാത്തത് അചല. സ്ഥിരപ്രതിഷ്ഠയിൽ പൂജിക്കുമ്പോൾ ആവാഹനം ഉദ്വാസനം എന്ന 2 വിധികൾ ആവശ്യമില്ല. അവിടെ സ്ഥിരമായിട്ട് ചൈതന്യമുണ്ട്. സ്ഥിരപ്രതിഷ്ഠയല്ലാത്ത വിഗ്രഹങ്ങളിൽ സാധകന്റെ ഇഷ്ടാനുസരണം ആവാഹനോദ്വാസനങ്ങൾ ചെയ്യാം. നിലത്താണെങ്കിൽ ഇവ രണ്ടും വേണം. ശില കൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹത്തിലെ അഭിഷേകവും അലങ്കാരവും ഒക്കെ ചെയ്യണം. മറ്റുള്ളവയെ കൈകൊണ്ട് തുടച്ചാൽ മതി. സൂര്യനിലാണെങ്കിൽ അർഘ്യം അർപ്പിച്ചുകൊണ്ടും വെള്ളത്തിൽ പുഷ്പം, അക്ഷതം എന്നിവ കൊണ്ടും പൂജിക്കാം. ശരിക്കും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സമർപ്പിക്കുന്ന വെള്ളം പോലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഹൃദയത്തിൽ പൂജിക്കുന്നതായാൽ സങ്കല്പശക്തി കൊണ്ട് ഭാവിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് പൂജിക്കണം. ഭക്തിശൂന്യനാൽ അർപ്പിക്കപ്പെട്ടത് എത്ര തന്നെ വലുതായാലും എൻ്റെ സന്തോഷത്തിന് കാരണമായി തീരുന്നില്ല. അതുകൊണ്ട് പൂജിക്കുമ്പോൾ വേണ്ടത് ശ്രദ്ധയും ഭക്തിയുമാണ്. സ്നാനം കൊണ്ട് ശരീരത്തെയും ജപം കൊണ്ട് മനസ്സിനെയും ശുദ്ധമാക്കിയ ശേഷം പൂജാസാധനങ്ങളെല്ലാം ഒരുക്കി കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് വിഗ്രഹത്തിന് അഭിമുഖമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ഗുരുവിനെ നമസ്കരിച്ചതിന് ശേഷം അംഗന്യാസം, കരന്യാസം മുതലായവ ചെയ്യണം. പിന്നെ മൂലമന്ത്രം കൊണ്ട് വിഗ്രഹത്തിലും ന്യാസം ചെയ്ത് നിർമാല്യാദ്യാദികൾ എടുത്ത് ബിംബം ശുദ്ധമാക്കണം. പൂർണ്ണകുംഭത്തിലും പ്രോഷണ ജലം നിറച്ച പാത്രത്തിലും ചന്ദനം, പുഷ്പം മുതലായവ ചേർത്ത് പരിശുദ്ധമാക്കണം. പ്രോക്ഷിക്കാനുള്ള ജലം കൊണ്ട് തന്നെയും പൂജിക്കാനുള്ള ദ്രവ്യങ്ങളും എല്ലാം പ്രോക്ഷിച്ച് ശുദ്ധമാക്കണം. അർഘ്യം, പാദ്യം, ആചമനീയം എന്ന വിധികൾ നിർവഹിക്കാനുള്ള ജലം 3 പാത്രത്തിലായി നിറച്ച് അതത് പാത്രത്തിൽ ഇടേണ്ടതായ പാദ്യാദികൾ വിധിക്കപ്പെട്ട അതത് ദ്രവ്യങ്ങളിട്ട് സംസ്കരിക്കണം. ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് പൂജിക്കുന്നവൻ പാദ്യം, അർഘ്യം, ആചമനം എന്നിവയ്ക്കായി 3 പാത്രങ്ങൾ യഥാക്രമം ഹൃദയായ നമ, ശീർഷ്ണേ നമ, ശിവായ നമ എന്നു മന്ത്രങ്ങൾ കൊണ്ടും സർവപാത്രങ്ങളെയും ഗായത്രി കൊണ്ടും മന്ത്രിച്ച് ശുദ്ധമാക്കണം. പ്രാണായാമം കൊണ്ട് ശുദ്ധമാക്കി തീർന്ന ഹൃദയമധ്യത്തിലെ ജീവകലയെ ധ്യാനിക്കുക. പ്രണവത്തിന് 3 മാത്രകൾ ഉണ്ട്: അകാരം, ഉകാരം, മകാരം. പിന്നീട് ആ മാത്രകൾക്കും ബിന്ദുവിനും നാദത്തിനും അധീനമായിട്ടുള്ള നാദകലയെയാണ് യോഗികൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ശ്രേഷ്ഠമായ സ്വരൂപം. ഈ രൂപത്തെ ധ്യാനിക്കണം. നാദാന്തത്തിൽ അനുഭവിച്ചറിഞ്ഞതായ ആ തേജോരൂപം തന്നെ എൻ്റെ രൂപം. ആ തേജസ്സിനാൽ വ്യാപ്തമായ ദേഹവും ഞാനും ഒന്നു തന്നെ. അപ്പോൾ രണ്ടെന്ന ഭാവനയ്ക്കും അവകാശമില്ല. അങ്ങനെ ഏകമായി വിളങ്ങുന്ന തന്നിൽ നിന്ന് എന്നെ പ്രതിമാദികളിൽ മന്ത്രപൂർവം ആവാഹിച്ച്
ന്യാസമന്ത്രങ്ങൾ കൊണ്ട് എൻ്റെ സ്വരൂപത്തെ അതിൽ ഉറപ്പിച്ച് ഭക്തിയോടെ പൂജിക്കണം. വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന പീഠത്തിൻ്റെ 4 ഭാഗങ്ങളിലും ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം എന്നിവകൾ കൊണ്ട് ഭാവന ചെയ്യണം. പിന്നീട് പീഠത്തിന്റെ കിഴക്കു മുതലായ 8 ദിക്കുകളില് മധ്യത്തിലായിട്ട് നവശക്തികൾ ഉണ്ട്. ആ ശക്തികളെ അവിടെ ശോഭിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ആസനം കൽപ്പിച്ച ശേഷം അതിന്റെ മധ്യത്തിൽ 8 ദളമുള്ളതും നടുവിലുള്ള കേസരങ്ങളാലും അതിന്റെ മധ്യത്തിൽ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഉള്ളതായിട്ട് ധ്യാനിക്കണം. അഗ്നിയുടെ മധ്യത്തില് തന്റെ ഇഷ്ടദേവതാരൂപമായ ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം. പിന്നീട് അർഘ്യം, പാദ്യം, ആചമനീയം തുടങ്ങിയിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പനെ പൂജിക്കുക. വൈദികവും താന്ത്രികവുമായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് വേണം പൂജിക്കാൻ. ഇനി ആയുധപൂജ. കിഴക്കു മുതൽ 8 ദിക്കുകളിൽ ആയുധങ്ങളെ പൂജിക്കണം. കിഴക്ക് സുദർശന ചക്രം, വന്യകോണിൽ പാഞ്ചജന്യം എന്ന ശംഖ്, തെക്ക് കിഴക്കിൽ ഗദ, നിര്യതിയിൽ വാള്, പടിഞ്ഞാറ് ഭാഗത്ത് ബാണം, വായുകോണിൽ വില്ല്, വടക്ക് ഉഴവിനുള്ള കലപ്പ, ഈശാനകോണിൽ മുസലം എന്നിവയെ 8 ദിക്കിലും പൂജിച്ച ശേഷം കൗസ്തുഭം എന്ന രത്നം, വനമാല, ശ്രീവത്സം എന്ന മറുക്, ഈ ആഭരണങ്ങളെ എൻ്റെ മാറിടത്തിൽ ധ്യാനിച്ചുറപ്പിച്ച് പൂജിക്കണം. നന്ദസുനാദികളായ പാർഷദന്മാരെ 8 ദിക്കിലും ഗരുഡനെ മുൻഭാഗത്തും പൂജിക്കണം. ദുർഗ, വിനായകൻ, വ്യാസൻ, വിക്ഷസേനൻ എന്ന 4 പേരെ 4 ഭാഗത്തിലും, ഗുരുനാഥന്മാരെ ഇടത്തുഭാഗത്തും, ഇന്ദ്രാദികളായ അഷ്ടദിക്പാലകന്മാരെ അവരവരുടെ സ്ഥാനങ്ങളിലും ദേവന് അഭിമുഖമായിട്ടിരിക്കുന്നു എന്ന് ധ്യാനിച്ച് പ്രോഷണാദികൾ കൊണ്ട് ക്രമേണ പൂജിക്കണം. പിന്നീട് ചന്ദനം, പച്ചക്കർപ്പൂരം, രാമച്ചം, കുങ്കുമം മുതലായവ കൊണ്ട് സുരഭിലമാക്കിയ ജലം കൊണ്ടും എന്നും ദേവനെ അഭിഷേകം ചെയ്യണം. സുവർണം, ഘർമ്മം, പരിവേദനം മുതലായ മന്ത്രങ്ങൾ കൊണ്ടും വിദന്തേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു മഹാപുരുഷ പൂർവജ എന്ന മന്ത്രം കൊണ്ടും ഇന്ദ്രം, നരോ, നേമധിത, ഭവന്തോ എന്ന ഋക്കിൽ ഗാനം ചെയ്യപ്പെട്ട നാമങ്ങൾ കൊണ്ടും എന്നെ ഭക്തിപൂർവം പൂജിക്കണം. പിന്നീട് വിഗ്രഹത്തില് വസ്ത്രം, യജ്ഞോപവീതം തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങളും നല്ല കുറിക്കൂട്ട്, മാല, ചന്ദനം എന്നിവ കൊണ്ടും അലങ്കരിക്കണം. പാദ്യം, ആചമനീയം, ചന്ദനം, പുഷ്പം, കുറിക്കൂട്ടിനുള്ള അക്ഷതം, ധൂപം, ദീപം, നൈവേദ്യം മുതലായവയൊക്കെ ശ്രദ്ധയോടുകൂടി ഭഗവാന് സമർപ്പിക്കണം. നെയ്പായസം, മുറുക്ക്, മോദകം, അപ്പം എന്നിവ ഭക്തന്റെ കഴിവിനനുസരിച്ച് നിവേദിക്കണം. എണ്ണയാടുക, വാക ചാർത്തുക, കണ്ണാടി കാണിക്കുക, മുഖശുദ്ധി ചെയ്യുക, പഞ്ചാമൃതം അഭിഷേകം ചെയ്യുക എന്നിവയും പലതരത്തിലുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും വേണം. നൃത്തം, വാദ്യം മുതലായവ കഴിവുണ്ടെങ്കിൽ ദിവസവും വേണം, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ വേണം. അധികം ഫലം ഇച്ഛിക്കുന്നവർ ഹോമം കൂടി ചെയ്യണം. ഹോമകുണ്ഡം നിർമ്മിക്കണം. ആ ഹോമകുണ്ഡത്തിലെ അഗ്നിയെ ജ്വലിപ്പിക്കണം. ആ വിധം ജ്വലിക്കുന്ന അഗ്നിയിൽ ഹോമിക്കാനുള്ള പദാർത്ഥങ്ങൾ ഉദ്ധരണി കൊണ്ടെടുത്തൊഴിച്ച് അഗ്നിമധ്യത്തിൽ എന്നെ ധ്യാനിക്കണം. ഉരുക്കിയ പൊൻപോലെ പ്രകാശിക്കുന്ന ദേഹകാന്തിയോടും ശംഖ്, ചക്ര, ഗദ, പത്മം എന്നിവയാൽ ശോഭിക്കുന്ന 4 തൃക്കൈകളോടു കൂടിയവനും പരമശാന്തനും താമരയുടെ അല്ലി പോലെ ശോഭിക്കുന്ന പീതാംബരം ധരിച്ചവനും പ്രകാശമയമായ കിരീടം, വളകൾ, അരഞ്ഞാൺ, വിശിഷ്ടങ്ങളായ തോൾവളകൾ എന്നിവയാൽ അലങ്കൃതനും മാറത്ത് ശ്രീവത്സം എന്ന അടയാളമുള്ളവനും കൗസ്തുഭധാരിയും വനമാലയാൽ അലങ്കൃതനുമായ എന്നെ അതിസുന്ദരമായി ധ്യാനിക്കണം. ഇങ്ങനെ എന്നെ അഗ്നിയിൽ ധ്യാനിച്ച് ആരാധിച്ച് നെയ്യ് പുരട്ടിയ സമിത്തുക്കൾ ഹോമിച്ച് പ്രജാപതയേ സ്വാഹ തുടങ്ങിയ മന്ത്രങ്ങൾ കൊണ്ട്, മൂലമന്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഋക്കുതോറും ഹോമിക്കണം. വിവേകി ആഗ്നേയേ ശിഷ്ടഹൃദയേ എന്നുള്ള മന്ത്രം കൊണ്ട് ശിഷ്ടകൃത്വം പൂജാക്രമത്തിൽ ചെയ്ത് ധർമാദികളെ ഉദ്ദേശിച്ചും പൂജിക്കണം. ആരാധിച്ച് നമസ്കരിച്ച് പാർഷദന്മാർക്ക് 8 ദിക്കുകളിലും ബലിയർപ്പിക്കണം. പിന്നെ പൂജാസ്ഥാനത്ത് തന്നെ വന്നിരുന്ന് നാരായണ സ്വരൂപനും ദേശകാല പരിച്ഛേദമില്ലാത്തവനുമായ എന്നെ സ്മരിച്ചുകൊണ്ട് മൂലമന്ത്രം യഥാശക്തി ജപിക്കണം. ഭഗവാന് എല്ലാം സമർപ്പിച്ച ശേഷം
നിർമാല്യധാരയായിട്ട് വിക്ഷസേനന് സമർപ്പിക്കണം. ഭഗവാന് സുഗന്ധപൂരിതമായ താംബൂലം സമർപ്പിച്ച ശേഷം പുഷ്പാഞ്ജലി കഴിക്കണം. ഭഗവാൻ പറയുകയാണ്, എൻ്റെ ലീലകളെ ആടിയും പാടിയും അഭിനയിച്ചും കഥകളെ പറഞ്ഞും കേട്ടും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തും എൻ്റെ പ്രീതിക്കായിട്ട് നൃത്തം ചെയ്തും ഈശ്വരനായ എന്നോട് ഒരു ഭക്തന് തന്മയത്വം പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യണം. പുരാണങ്ങളിൽ പറഞ്ഞതനുസരിച്ച് കീർത്തനങ്ങൾ, നാട്ടുഭാഷയിലുള്ള സ്തോത്രങ്ങൾ മുതലായവ ജപിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യണം. ശിരസ് എൻ്റെ പാദങ്ങളിൽ മുട്ടിച്ചും 2 കൈകൾ കൊണ്ട് എൻ്റെ പാദങ്ങൾ പിടിച്ചും കൊണ്ടുവേണം പ്രാർത്ഥിക്കാൻ. ശരണം പ്രാപിച്ച ദാസനായ എന്നെ ഈ സംസാര സാഗരത്തിലെ മൃത്യുവായ മുതലയുടെ പിടിയിൽ നിന്നും എന്നെ ജനന മരണ ഭീതി തീർത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് പുഷ്പങ്ങൾ എടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന പ്രസാദമാണെന്ന ഉറപ്പോടെ ധ്യാനിച്ചുകൊണ്ട് ശിരസിൽ ധരിക്കണം. പിന്നീട് ഉദ്വസിക്കണം. തേജോരൂപമായ ഹൃദയത്തിൽ നിന്ന് ആവാഹിച്ച ഈ തേജസ്സിനെ ആ ഹൃദയത്തിൽ തന്നെ ഉദ്വസിക്കണം. സർവാത്മാവായ ഭഗവാൻ തന്നിലും എല്ലാ ജീവികളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നു. അതുകൊണ്ട് ഏതു തരം പ്രതിമയിലാണോ ശ്രദ്ധ തോന്നുന്നത് അതിൽ ഭക്തിപൂർവ്വം പൂജിക്കാം. ഇപ്രകാരം വൈദികവും താന്ത്രികവുമായ ക്രിയായോഗം കൊണ്ട് ഭക്തിയോടെ പൂജിക്കുന്ന ഒരുവന് ആഗ്രഹങ്ങൾ അനുസരിച്ച് ഭൗതികമോ ആത്മീയമോ ആയ എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാകും എന്നാണ് ഭഗവാന്റെ വാക്കുകൾ. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, അതിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കയില്ലല്ലോ. ഗ്രാമവാസികൾ എല്ലാവരും ഒന്നുചേർന്ന് ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മമാണ് ഇത്. പൂജയ്ക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കാൻ പാകത്തിന് പൂവാടി വെച്ച് പിടിപ്പിക്കുക, ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾക്കായി താൻ ധാർമ്മികമായി സമ്പാദിച്ച ഒരു ചെറിയ തുക നീക്കിവെക്കുക, ഇതെല്ലാം സൽക്കർമ്മങ്ങളാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജ അല്ലെങ്കിൽ വിശേഷമായി നടക്കുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി ധനം ദാനം ചെയ്യുന്നവൻ ഐശ്വര്യവാനായിത്തീരും. പ്രതിഷ്ഠ മാത്രം നടത്തുന്നവൻ ചക്രവർത്തിയായിത്തീരും. ക്ഷേത്രം നിർമ്മിച്ചവൻ 3 ലോകത്തിൻ്റെയും അധിപൻ ആയിത്തീരും. പൂജാദികൾ നടത്തിക്കുന്നവൻ ബ്രഹ്മലോകത്തിൽ ചെന്നിരിക്കും. ഈ 3 കാര്യങ്ങളും ചെയ്യിക്കുന്നവൻ എന്നോട് തുല്യനായിരിക്കും. ഇതൊക്കെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണല്ലോ. ഇനി യാതൊരു ആഗ്രഹവും ഇല്ലാതെയാണ് എന്നെ പൂജിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫലം അത്യുത്കൃഷ്ടമായ ഭക്തിയോഗ പ്രാപ്തിയാണ്. ദൃഢമായ ഉറച്ച ഭക്തി ഗുരുവായൂരപ്പനിൽ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് എന്താണ് വേണ്ടത്? ഭഗവാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭക്തിയുണ്ടായാൽ നിഷ്കാമമായിട്ട് ഭഗവാൻ സന്തോഷിക്കുന്നത് മാത്രം വിചാരിച്ച് പൂജിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ്. എന്നാൽ അതേസമയം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിലെ വസ്തുക്കളോ ഒരു ബ്രാഹ്മണന്റെ വസ്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം ചെയ്ത വസ്തുവോ അങ്ങനെയുള്ള വസ്തുക്കളെ അപഹരിക്കുന്ന ഒരാള് അവൻ അനേകായിരം സംവത്സരങ്ങള് നരകത്തില് കൃമികുണ്ഡത്തില് കൃമിയായി കിടക്കേണ്ടി വരും. ചെയ്യുന്നവനും സഹായിക്കുന്നവനും പ്രേരിപ്പിച്ചവനും അനുമോദിക്കുന്നവനും ആ ഫലം സിദ്ധിക്കുന്നു. സത്കർമ്മങ്ങളിൽ അധികം പങ്കെടുക്കുന്ന പക്ഷം അധികം ഫലം സിദ്ധിക്കും. ഇതാണ് ഭഗവാന്റെ പൂജാവിധികളെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഉദ്ധവന്റെ ചോദ്യത്തിന് പൂജാവിധികളെ ചുരുക്കത്തിൽ ഭഗവാൻ ഉപദേശിച്ച് ഈ അധ്യായത്തിൽ സമർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.